ചൈന ഇന്ന് ലോക സാമ്പത്തിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തുന്ന രാജ്യങ്ങളിലൊന്നാണ്. സാങ്കേതികവിദ്യ, ഉൽപാദനം, വ്യാപാരം എന്നിവയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചൈന ഇപ്പോൾ സ്വർണ്ണ വിപണിയിലും ശക്തമായ സ്വാധീനമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചൈനയുടെ സെൻട്രൽ ബാങ്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. ഇതൊരു സാധാരണ നിക്ഷേപ നീക്കമെന്നല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. മറിച്ച് ഭാവിയെ മുൻകൂട്ടി കണ്ടുള്ള ഒരു ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായി ഇതെന്ന് അവർ വിലയിരുത്തുന്നു. ചൈനയുടെ സെൻട്രൽ ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന 2026 ഏപ്രിലും സ്വർണം വാങ്ങുന്നത് തുടർന്നു. ഇതോടെ തുടർച്ചയായി 18ാം മാസവും ചൈന സ്വർണ്ണശേഖരം കൂട്ടിയെന്ന റെക്കോർഡ് നിലനിന്നു. ഏപ്രിൽ മാത്രം ചൈന ഏകദേശം 8 ടൺ സ്വർണമാണ് വാങ്ങിയത്. ഇതോടെ രാജ്യത്തിന്റെ ഔദ്യോഗിക സ്വർണ്ണശേഖരം 72.8 ദശലക്ഷം ട്രോയ് ഔൺസായി ഉയർന്നു. ഈ കരുതൽ ശേഖരത്തിന്റെ മൂല്യം നൂറുകണക്കിന് മില്യൺ ഡോളറായി കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ചൈന ഇത്രയും വലിയ തോതിൽ സ്വർണം വാങ്ങുന്നതെന്ന ചോദ്യം ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ്. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്നും അന്താരാഷ്ട്ര വ്യാപാരത്തിനും വിദേശ നാണയ കരുതലിനും പ്രധാനമായും ഡോളറിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ചൈന അതിൽ നിന്ന് ക്രമേണ മാറാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്ര നല്ല നിലയിലല്ല. വ്യാപാര യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, സാങ്കേതിക നിയന്ത്രണങ്ങൾ എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക സംവിധാനത്തെ അധികമായി ആശ്രയിക്കുന്നത് ഭാവിയിൽ അപകടകരമാണെന്നാണ് ചൈന കരുതുന്നത്. ഇവിടെയാണ് സ്വർണത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. സ്വർണം ഒരു രാജ്യത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ആസ്തിയാണ്. ഡോളറോ മറ്റു വിദേശ നാണയങ്ങളോ പോലെ അതിനെ എളുപ്പത്തിൽ മരവിപ്പിക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കില്ല. ആയതിനാൽ ലോകത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഉണ്ടായാലും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി തുടരാനാകും. അതുകൊണ്ട് തന്നെ ചൈന തന്റെ വിദേശ നാണയ ശേഖരത്തിന്റെ ഒരു ഭാഗം സ്വർണമാക്കി മാറ്റുകയാണ്. മറ്റൊരു പ്രധാന കാര്യം സ്വന്തം കറൻസിയായ യുവാനെ ശക്തിപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമമാണ്. എന്നാൽ ലോക വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അമേരിക്കൻ ഡോളറാണ്. എന്നാൽ ഭാവിയിൽ യുവാനും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കൂടുതൽ ഉപയോഗിക്കപ്പെടണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. അതിന് ആഗോളതലത്തിൽ വിശ്വാസ്യത നേടേണ്ടതുണ്ട്. വലിയ സ്വർണ്ണശേഖരം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയുടെ അടയാളമായി കണക്കാക്കപ്പെടുന്നതിനാൽ അത് യുവാന്റെ വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കും. ചൈനയുടെ ഈ നീക്കം ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈന എടുക്കുന്ന തീരുമാനങ്ങൾ ആഗോള വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണവിലയിൽ ഇതിന്റെ സ്വാധീനം ഇപ്പോൾ വ്യക്തമായി കാണാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ വില കുത്തനെ ഉയർന്നു, ചിലപ്പോൾ താഴുകയും ചെയ്യും. എന്നിരുന്നാലും ചൈനയുടെ വാങ്ങൽ കുറഞ്ഞില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ചൈന ഗ്രഹസ്വകാല ലാഭം മാത്രം നോക്കിയല്ല ഈ നീക്കം നടത്തുന്നത്. മറിച്ച് വരാനിരിക്കുന്ന വർഷങ്ങളിൽ മുന്നിൽ കണ്ടാണ് അവർ സ്വർണം ശേഖരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നതനുസരിച്ച് ചൈന ഇപ്പോൾ ആഗോള സ്വർണ്ണ വിപണിയെ നിയന്ത്രിക്കാനോ തകർക്കാനോ ശ്രമിക്കുന്നില്ല. പകരം സ്ഥിരതയുള്ള ഒരു കരുതൽ ശേഖരം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു കുടുംബം ഭാവിയിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി പണം സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ചൈനയും സ്വർണം ശേഖരിക്കുന്നതെന്ന് പറയാം. ചൈനയുടെ ഈ ശക്തമായ വാങ്ങൽ ആഗോള സ്വർണ്ണ വിപണിക്ക് വലിയ പിന്തുണയെ മാറിയിരിക്കുകയാണ്. ചൈന മാത്രമല്ല, സാധാരണ നിക്ഷേപകരും ഇത് കൂടുതൽ സ്വർണം വാങ്ങുന്ന പ്രവണത കാണിക്കുന്നു. ലോകത്തിലെ അനിശ്ചിതത്വ സാഹചര്യങ്ങൾ കാരണം പലരും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണുന്നു. ആയതിനാൽ സ്വർണത്തിന് ആവശ്യകത കൂടുകയും വില ഉയരുന്ന നിലയിലേക്ക് തുടരുകയും ചെയ്യുന്നു. ചൈനയുടെ നീക്കം മറ്റു രാജ്യങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാമെന്ന ആശങ്ക പല രാജ്യങ്ങൾക്കുമുണ്ട്. പ്രത്യേകിച്ച് ഡോളറിനെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് മാറേണ്ട സമയം വന്നുവെന്ന് ചിലർ കരുതുന്നു. അതേസമയം ചില സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. സ്വർണ്ണവില തുടർച്ചയായി ഉയരുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് സ്വർണം വാങ്ങുന്നത് ബുദ്ധിമുട്ടാകും. കൂടാതെ വലിയ തോതിൽ കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ വിപണിയിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണത്തിന് ലോകമെമ്പാടും വലിയ ആവശ്യകത തുടരുകയാണ്. ചൈനയുടെ ഈ നീക്കം ഭാവിയിലെ ആഗോള സാമ്പത്തിക മാറ്റങ്ങളുടെ ഒരു സൂചനയായി ചിലർ കാണുന്നു. ഒരു കാലത്ത് അമേരിക്കൻ ഡോളറാണ് ലോക സാമ്പത്തിക രംഗത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പല രാജ്യങ്ങളും മറ്റു വഴികൾ തേടുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായി സ്വർണം വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോക സമ്പദ് വ്യവസ്ഥ എങ്ങനെ മാറുമെന്ന് കൃത്യമായി പറയാനൊന്നും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്. ചൈന ഭാവിക്കായി വളരെ കൃത്യമായ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. സാമ്പത്തിക സുരക്ഷ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ആഗോള സ്വാധീനം എന്നിവ ഉറപ്പാക്കാനുള്ള വലിയ പദ്ധതികളുടെ ഭാഗമായാണ് ഈ സ്വർണ്ണശേഖരണം തുടരുന്നത്. അടുത്ത മാസങ്ങളിലും ചൈനയുടെ സ്വർണം വാങ്ങൽ തുടരുമോ എന്നത് ലോകം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ നീക്കം സ്വർണ്ണവിലയെ മാത്രമല്ല, ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഭാവിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഓരോ നീക്കവും ഇന്ന് ലോക സാമ്പത്തിക രംഗത്ത് വലിയ ചർച്ചയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.